بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آل كل وصحابته أجمعين أما بعد قال الشيخ الإمام العالم എന്ന് പറഞ്ഞു തുടങ്ങി ആ കാലയുടെ മക്കൂലാണ് പിന്നെ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദി ലം യസൽ ആലിമൻ ഖദീറൻ ഹയ്യൻ ഖയ്യൂമൻ സമീഅൻ ബസീറ. ബിസ്മി ഹംദും ഒക്കെ തുടങ്ങിക്കൊണ്ട് മുസന്നിഫ് തുടങ്ങാണ്. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അല്ലദീ എങ്ങനത്തെ അള്ളാഹു ലം യസൽ ആലിമൻ അള്ളാഹു പണ്ടേ ആലിമായി. വലായസാലു പണ്ടേ ആലിമായി എന്ന് പറഞ്ഞാൽ ഇനിയും ആലിം തന്നെയാണ്. വലായസാലു എന്നോടെ പറഞ്ഞിട്ടില്ല. പറയാഞ്ഞത് ഖിദമ് സാബിത്തായ ഒന്ന് പിന്നെ അതിൻ്റെ അദമ് മുസ്തഹീലാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയാഞ്ഞതെന്ന് ഷുറാകളോടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ആലിമൻ ഖദീറൻ ഹയ്യൻ ഖയ്യൂമൻ. ഖദീറാണ്, ഹയ്യാണ്, ഖയ്യൂമാണ്. ഖയ്യൂം എന്ന് പറഞ്ഞാൽ അൽ ഖായിമു ബിദാത്തിഹി അൽ മുഖീമു ലിഗൈരിഹി, സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ളവരെ നിലനിർത്തുന്നവനുമാണ് ഖയ്യൂം. സമീഅൻ ബസീറ, കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനും ഒക്കെയാണ്. അങ്ങനത്തെ അള്ളാഹുവിന് സർവസ്തുതിയും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇലാഹ, അള്ളാഹു അല്ലാതെ ഇലാഹില്ല. വഹ്ദഹു, അവൻ ഏകനാണ്, അവൻ്റെ ദാത്തിൽ അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവൻ്റെ ഒന്നിലും സിഫാത്തിലും ഒന്നിലും എന്തില്ല, അവന് പങ്കുകാരനില്ല. അങ്ങനത്തെ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് സാക്ഷ്യം വഹിക്കുന്നു. വകബ്ബിർഹു തക്ബീറ, അവനെ ഞാൻ എന്ത് ചെയ്യുന്നു, അവനിലേക്ക് എല്ലാ അളമത്തും തക്ബീറും കിബിരിയാവും ഞാൻ ചേർക്കുന്നു. അൻസിബു ഇലൈഹി അൽ അളമത്ത് വൽ കിബിരിയ ആണ്. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ റസൂലുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ, നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ അല്ലാഹു തആല സ്വലാത്ത് ചെയ്യട്ടെ. അല്ലദീ, എങ്ങനത്തെ മുഹമ്മദ്, അർസലഹു ഇലന്നാസി കാഫ, ജനങ്ങളിലേക്ക് നിയോഗിച്ച നബിയെ അള്ളാഹു നിയോഗിച്ചു. കാഫത്തൻ, ആ ജനങ്ങൾക്ക് മുഴുവനുമായിട്ട്. ഈ ആമത്തല്ലഹും, കാഫത്തൻ എന്ന് പറഞ്ഞാൽ ആമത്തൻ്റെ മാനയ്ക്ക്. ആമത്തൻ നോക്കുമ്പോൾ അപ്പോൾ മഫൂൽ മുത്തലഖായിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ജാമി അല്ലഹും എന്നുള്ള, ജാമി അല്ലഹും ഫിൽ ഇബ്ലാഗി, ആ ജനങ്ങളെ എത്തിച്ചു കൊടുക്കുന്നതിൽ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്നവനായ നിലയിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർസലഹു എന്ന ആ ഹൂയിൽ നിന്ന്, ആ ലമീറിൽ നിന്ന് ഹാലാക്കി എന്ത് ചെയ്യണം, അപ്പോൾ വെക്കാം. അപ്പോൾ പിന്നെ താ, അവിടെ കാഫത്തനെടുത്ത താ മുബാലകത്തിന് വേണ്ടി കൊണ്ടുവന്ന താ ആണെന്ന് അങ്ങനെ പറയാം. എന്നാൽ ഇവിടെ അദ്ഹറായത് അൽ അദ്ഹറു അന്നഹ ഫി ആദൽ മഖാമി ഹാലും മിനൻ നാസീന, ഈ ഇലന്നാസി എന്ന അന്നാസിൽ നിന്ന് ഹാലായിട്ട് കാഫത്തിനെ പറയലാണ് അദ്ഹർ എന്ന് ഷുറാകൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ജനങ്ങൾക്ക് മുഴുവനുമായ നിലയിൽ, ജനങ്ങൾക്ക് മൊത്തത്തിലായ നിലയിൽ അല്ലാഹു തആല ആ നബി അയച്ചു. അങ്ങനെ അയച്ചു. ബഷീറൻ വ നദീറ, ബഷീറൻ സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമായിട്ട്, വ നദീറൻ മുന്നറിയിപ്പുകാരനുമായി അല്ലാഹു തആല അയച്ചു. വ അലാ ആലിഹി, അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും വസ്വഹബി അനുചരന്മാരുടെ മേലും ഉണ്ടാകട്ടെ. ആര് എന്ന് പറഞ്ഞാൽ ഖാരിബുഹു, തങ്ങളുടെ കുടുംബാദികൾ. ഖാരിബു എന്ന് പറഞ്ഞാൽ ഹും ഔലാദു അലിയിൻ വ ജഅഫർ വ ഉഖൈദിൻ വ അബ്ബാസിൻ, ഇവരുടെയൊക്കെ സന്താനങ്ങൾക്ക് ആല് എന്ന് പ്രയോഗിക്കുന്നതെന്ന് ഒരു അഭിപ്രായമുണ്ട്. പല അഭിപ്രായങ്ങളുമുണ്ട്. അപ്പോൾ സഹബിഹി, അതേപോലെ അവിടുത്തെ അനുചരന്മാർ. സഹബ് എന്ന് പറഞ്ഞാൽ സാഹിബിൻ്റെ ജമ്മാണ് സഹബ് എന്നുള്ളത്, അനുചരന്മാർ, സഹാബത്ത്. വസല്ലമ തസ്ലീമൻ കസീറ, നബിയുടെ മേൽ അള്ളാഹു സലാമും ചെയ്യട്ടെ. കസീറൻ, ധാരാളം സലാം ചെയ്യട്ടെ. അമ്മാ ബഅദു, ബിസ്മി ഹംദും സലാത്തും സലാമും ഒക്കെ ചൊല്ലിയതിന് ഈ പ്രാരംഭ കാര്യങ്ങൾക്കൊക്കെ ശേഷം ഇനി വല്ലതും പറയാനുണ്ടെങ്കിൽ
എന്ത് ചെയ്യുന്നു? ഞാൻ പറയുന്നു ഇന്ന തസ്വാനീഫ, തീർച്ചയായും തസ്വനീഫ്, ഈ ഫാ അവിടുത്തെ ഈ ഫാ ഇമ്മ അമ്മ ബാധെടുത്ത അമ്മ എന്താണ്? പിന്നെ ഷെർത്തിൻ്റെ അമ്മയാണ്, ഷെർത്തിൻ്റെ മാനക്കുള്ളതാണെന്ന് മാനെ ഉൾപ്പെടുത്തി എന്ന നിലക്കാണ് ഫാ അവിടെ എൻ്റെ ജവാബിലായിട്ട് കൊണ്ടുവന്നതാണ് ഫാ. അതല്ലെങ്കിൽ പിന്നെ ആ ഫാ ഒഴിവാക്കി കഴിഞ്ഞാൽ ശേഷമുള്ള ഇസ്മിയ ജുംലയിലേക്ക് ബാദൂനെ ഇദാഫത്ത് ചെയ്തതാണെന്ന് തോന്നിപ്പോകും. ആ തവഹുമിനെ ദഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാ കൊണ്ടുവന്നത് എന്നും ഷുറാകൾ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇന്ന തസ്വാനീഫ, ഗ്രന്ഥരചനകൾ, തസ്നീഫിൻ്റെ ജമ്മാണ് തസ്നീഫ്, ഗ്രന്ഥരചനകൾ. ഇവിടെ മസ്തർ എൻ്റെ മസ്തറാണെങ്കിലും അത് മുസന്നഫ്, ഗ്രന്ഥം എന്ന മാനക്കാണ്, ഗ്രന്ഥങ്ങൾ. അപ്പം തീർച്ചയായും ഗ്രന്ഥങ്ങൾ, എന്തിലുള്ള ഗ്രന്ഥങ്ങൾ? ഫി ഇസ്തിലാഹി അഹ്ലിൽ ഹദീസ്, ഹദീസിൻ്റെ അഹ്ലുകാരുടെ ഇസ്തിലാഹിലുള്ള, അഹ്ലുൽ ഹദീസിൻ്റെ ഇസ്തിലാഹ്, ഹദീസിൻ്റെ പണ്ഡിതന്മാരുടെ ഇടയിൽ പ്രയോഗിക്കുന്ന ഓരോ പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങൾ, ആ ഇസ്തിലാഹ് എന്ന് പറഞ്ഞാൽ ഒരു കൗമിൻ്റെ ഇസ്തിലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? തുസാലിഹും വ തുവാഫിഖുഹും അലാ ഇസ്തിഅമാലി അൽഫാദിൻ മഖ്സൂസത്തിൻ ഔ ഉമൂരി മഖ്സൂസ. പ്രത്യേകമായ ഒരു കാര്യമോ അല്ലെങ്കിൽ പ്രത്യേകമായ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകമാക്കപ്പെട്ട ലഫ്ളുകളോ ഉപയോഗിക്കുന്നതിൽ ആ ജനതയോട് യോജിക്കുക. എന്തിൽ ഉപയോഗിക്കുക? ഫീ മാനി മഖ്സൂസത്തിൻ ഫീമാ ബൈനഹും, അവരുടെ ഇടയിലുള്ള പ്രത്യേകമായ മാനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ അവരോട് യോജിക്കുക. അവരേത് മാനയ്ക്കാണോ ഉപയോഗിച്ചാൽ ആ മാനയ്ക്ക് തന്നെ പ്രയോഗിക്കുക. അതാണ് ഒരു കൗമിൻ്റെ ഇസ്തിലാഹ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ കമസ്തലഹൻ നുഹാത്തു അല ഇസ്തിമാലി ലഫ്ളത്തിൽ കലിമത്ത് എന്ന പദത്തിനെ നുഹാത്ത്, നഹ്വീങ്ങൾ എന്താണ്? ഫി മാനൻ, ഒരു മാനയ്ക്ക് ഉപയോഗിക്കുന്നു. അഹ്ലുൽ മീസാനി, മീസാൻ്റെ അഹ്ലുൽ മീസാൻ അവരെന്താണ്? ഫി മാനൻ ആഖറ, വേറെ മാനയ്ക്ക് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഈ ഇതേപോലെ ഓരോ കൗമിനും അവരുടെ ഇടയിലുള്ള ഓരോ പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾ ഓരോ പ്രത്യേകമായ മാനയ്ക്കാണ് അവർ പ്രയോഗിക്കുന്നത്. അപ്പോൾ ആ മാന, അതാണ് ഉദ്ദേശം. അപ്പോൾ ഹദീസിൻ്റെ അഹ്ലുകാരുടെ ഇടയിലുള്ള പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങളെ സംബന്ധിച്ചുള്ള ഗ്രന്ഥരചന, ആ ഗ്രന്ഥരചനകൾ കസുറത്ത്, അത് ധാരാളം നടന്നിട്ടുണ്ട്. അയിമ്മത്തുകൾക്ക് ധാരാളം അങ്ങനെ ഗ്രന്ഥരചന നടന്നിട്ടുണ്ട്. ഫിൽ ഖദീമി വൽ ഹദീസി, മുൻകാലത്തും പിൽക്കാലത്തും ആ വിഷയത്തിൽ ഗ്രന്ഥരചന നടന്നിട്ടുണ്ട്. അങ്ങനെ ഫമിൻ അവ്വലി മൻ സന്നഫ ഫീ ദാലിക, ഈ വിഷയത്തിൽ അഹ്ലുൽ ഹദീസിൻ്റെ ഇസ്തിലാഹിൻ്റെ വിഷയത്തിൽ ഗ്രന്ഥരചന നടത്തിയവരുടെ ആദ്യകാലത്തിൽപ്പെട്ടവരിൽ പെട്ടതാണ് ഈ അവായിൽ മുസന്നിഫീങ്ങളുടെ ആദ്യകാലക്കാരിൽ പെട്ടവരാണ്. ഈ വിഷയത്തിൽ ഗ്രന്ഥരചന നടത്തിയവരുടെ കൂട്ടത്തിൽ അൽ ഖാദി അബു മുഹമ്മദ് റാം അഹ്ർമുസി എന്നാണ്. റാം അഹ്ർമുസി എന്നത്, റാം അഹ്ർമുസ് എന്ന് പറഞ്ഞത് അത് എന്താണ്? ഖുറാസാനിൽപ്പെട്ട ഒരു നാടാണെന്ന്. ബലദും മിൻ ബിലാദി ഖുറാസാൻ. അപ്പോൾ ആ റാം അഹ്ർമുസ് ഖാദി അബു മുഹമ്മദ്, അദ്ദേഹമാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ഈ ആദ്യകാല രചയിതാക്കളിൽ പെട്ട ആളാണ്. മറ്റുള്ളവരും ഉണ്ട്, കാരണം ഇപ്പം മിൻ എന്നല്ലേ പറയാം, മിൻ അവ്വലി എന്ന് പറഞ്ഞത്. അപ്പോൾ തബീഈലത്തിൻ്റെ മിന്നാണ് രചന നടത്തിയത്. ഇദ്ദേഹം മാത്രമല്ല, വേറെയും പണ്ഡിതന്മാർ രചന നടത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ പെട്ട ആളാണ് ഖാദി മുഹമ്മദ് എന്നവർ. അദ്ദേഹത്തിൻ്റെ കിതാബഹു, ഇവിടെ കിതാബഹു എന്ന് വായിക്കാം, അല്ലെങ്കിൽ കിതാബുഹു എന്ന് വായിക്കാം. മുബത്തദാക്കി കിതാബുഹു, അദ്ദേഹത്തിൻ്റെ കിതാബാകുന്നത്, അല്ലെങ്കിൽ കിതാബിൻ്റെ പേരാകുന്നത് അൽ മുഹദ്ദിസുൽ ഫാസിലു എന്നാണ്. അല്ലെങ്കിൽ കിതാബഹു, ഇവിടെ കിതാബഹു എന്ന് മൻസൂബാക്കി വായിക്കാം. മൻസൂബാക്കി വായിക്കുമ്പോൾ ഒരു കളയപ്പെട്ട സന്നഫയുടെ മഫ്ഊലാക്കിയാണ് വായിക്കേണ്ടത്. കളയപ്പെട്ട, കാരണം ഇവിടെ ഒരു സന്നഫ പറഞ്ഞിട്ടുണ്ട്, മിൻ അവ്വലി മൻ സന്നഫ എന്നുള്ള സന്നഫ പറഞ്ഞിട്ടുണ്ട്. ആ സന്നഫയുടെ മഫ്ഊലാക്കാൻ പറ്റൂല. കാരണം എന്താ? ആ സന്നഫയുടെ ഫായില് എന്താണ്? മന്നിലേക്ക് മടക്കുന്ന ലമീറ. അപ്പോൾ അവിടെ മന്നെന്ന് പറഞ്ഞാൽ എന്താ? ഒരാളല്ലല്ലോ, രചിച്ചവർ എന്ന. അപ്പോൾ അതിൻ്റെ ഫായിൽ എന്താണ്? ഒരാളല്ല. അപ്പോൾ
ഈ എല്ലാവരും കൂടിയല്ലല്ലോ അതിൻ്റെ അതിൻ്റെ മഫൂലാക്കി ഈ കിതാബ് എന്ന് വെക്കുമ്പോൾ അവരെല്ലാവരും കൂടി ഈ കിതാബ് രചിച്ചു എന്ന് വെക്കേണ്ടി വരും. അപ്പോൾ അത് ശരിയാകത്തില്ല. ആ കിതാബ് രചിച്ച ഒരാളല്ല ഉള്ളു. അപ്പം എന്ത് ചെയ്യാൻ പറ്റൂല, ആ സന്നഫയുടെ മഫൂലാക്കി വിടാക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു കളയപ്പെട്ട ഒരു സന്നഫയുടെ മഫൂലാക്കി വെക്കണം. കളയപ്പെട്ട സന്നഫ അതിൻ്റെ വമീർ എങ്ങോട്ട് മുടക്കും? ഫായിലിൻ്റെ വമീർ അൽ ഖാദി മുഹമ്മദ്. ഈ ഖാദി മുഹമ്മദ് എന്ന് പറയുക അദ്ദേഹം രചിച്ചു കിതാബഹു, അദ്ദേഹത്തിൻ്റെ കിതാബിനെ. അല്ലെങ്കിൽ അതില്ലെങ്കിൽ എന്ത് ചെയ്യാം, മുബ്തദയും ഖബറായിട്ട് വെച്ചാൽ മതി. കിതാബുഹു ഖാദി എന്നവരുടെ കിതാബാകുന്നത് അൽ മുഹദ്ദിസുൽ ഫാസിലു എന്നതാകുന്നു. ഇങ്ങനെ രണ്ട് നിലയ്ക്കും തർക്കീബ് പറയാം. മുഹദ്ദിസുൽ ഫാസിൽ എന്ന ഒരു ഗ്രന്ഥം രചിച്ചു. ലാക്കിന്നഹു മഹാനവറുകൾ ആ ഗ്രന്ഥം രചിച്ചെങ്കിലും പക്ഷേ ആ ഗ്രന്ഥം ലം യസ്തൗഇബ്, അത് ഈ വിഷയത്തിലുള്ള എല്ലാ ഫന്നുകളെയും എന്ത് ചെയ്തിട്ടില്ല, ഒരുമിച്ച് കൂട്ടിയിട്ടില്ല, ആമാക്കിയിട്ടില്ല, ഇസ്തിആബ് ചെയ്തിട്ടില്ല. ഈ ഫുനൂന ബി അജ്മഇഹ മുഴുവൻ ആമാക്കിയിട്ടില്ല. ഗ്രന്ഥരചന നടത്തിയെങ്കിലും പൂർണ്ണമായ ഒരു ഗ്രന്ഥരചന ആയിട്ടില്ല. അങ്ങനെ മഹാനവറുകൾ ആദ്യകാല രചയിതാക്കളിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ വൽ ഹാക്കിം അബു അബ്ദുല്ലാഹി നൈസാബൂരി, ഹാക്കിം അബി അബ്ദുല്ലാഹി നൈസാബൂരി എന്നവരും ഈ ആദ്യകാല രചയിതാക്കളിൽപ്പെട്ടവരാണ്. ഹാക്കിം എന്നവർ ഹുവ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അൽ ഹാഫിദുൽ മഅറൂഫ് സാഹിബുൽ മുസ്തദറക് അല സഹീഹൈനി ഇമാമു അഹ്ലുൽ ഹദീസ് ഫി അസ്രിഹി. ഇമാമു അഹ്ലുൽ ഹദീസാണ്. സഹീഹൈനിക്ക് മുസ്തദറക് എന്ന ഗ്രന്ഥം എഴുതിയ ആൾ ആണ് ആര്? ഹാക്കിം അബു അബ്ദുല്ലാഹി നൈസാബൂരി തങ്ങൾ. പക്ഷേ മഹാനവർ ലാക്കിന്നഹു, പക്ഷേ ഈ ഹാക്കിം എന്നവർ അവരെന്ത് ചെയ്തിട്ടില്ല, ലം യുഹദ്ദിബ്, ഈ ഗ്രന്ഥത്തിന് തൻഖീഹ് ചെയ്തിട്ടില്ല. ഹശ്വ് തത്വീലിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, അതിനെ തഹരീർ ചെയ്തിട്ടില്ല. ഒരു ബസ്താക്കിയിട്ടുള്ള ഒരു എഴുത്താണ് മഹാനവറുകൾ എഴുതിയിട്ടുള്ളത്. മാത്രമല്ല വലം യുറത്തിബ്, അതിനെ ഇങ്ങനെ ഓർഡറായിട്ട് തർത്തീബാക്കിയിട്ടുമില്ല. തർത്തീബാക്കി ആണല്ലോ വേണ്ടത്, അപ്പോൾ തർത്തീബാക്കി ചെയ്തിട്ടില്ല. അങ്ങനെയാണ് മഹാനവറുകൾ നടത്തിയത്. പിന്നെ തലാഹു, ഈ അബു ഹാക്കിം തങ്ങളോട് പിന്തുടർന്നു, അദ്ദേഹത്തിൻ്റെ ഈ ശൈലി പിന്തുടർന്ന് പിന്നെ വന്ന് തലാഹു ആര്? അബൂ നുഐമുൽ ഇസ്ഫഹാനി എന്നവർ മഹാനവറുകളോട് പിന്തുടർന്ന് പിന്നെ വന്ന പണ്ഡിതനാണ്. അമില, ഈ അബൂ നുഐം എന്നവർ എന്ത് ചെയ്തു? ഗ്രന്ഥരചന നടത്തി. അലാ കിതാബിഹി, ഹാക്കിം എന്നവരുടെ കിതാബിൻ്റെ മേൽ അദ്ദേഹത്തിനെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കിതാബിന്മേൽ എന്ത് ചെയ്തു? ഒരു രചന നടത്തി. മുസ്തഖ്രിജ്, ആ ഹാക്കിം എന്നവർ പറയാത്ത വിഷയങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മുസ്തദറക്ക് എന്ന് പറയുന്നൊരു ഗ്രന്ഥം എന്ത് ചെയ്തു? അബൂ നുഐമുൽ ഇസ്ഫഹാനി എന്നവർ രചിച്ചു. മഹാനവറുകൾ രചിച്ചിട്ട് അബ്ഖാശിയ, പല കാര്യങ്ങളെയും മഹാനവറുകൾ എന്ത് ചെയ്തു? ഒഴിവാക്കിയിട്ടു. ദിൽ മുതഅഖിബി, പിന്നിൽ വരുന്ന ആളുകൾക്ക്, അദ്ദേഹത്തിൻ്റെ ശേഷം വരുന്ന ആളുകൾക്ക് വേണ്ടി ആ പന്നുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളെയും ബാക്കിയാക്കിയിട്ടു. സുമ്മ ജാഅ ബഅദഹും, പിന്നെ മഹാനവറുകൾക്ക് ശേഷം അബൂ നുഐം എന്നവർക്ക് ശേഷം എന്ത് ചെയ്തു? പിന്നെ വന്ന് അൽ ഖതീബ് അബൂബക്കർ അൽ ബഗ്ദാദി എന്നവരാണ് പിന്നീട് എന്ത് ചെയ്തത് എന്നത്. അഹ്മദ് ബിൻ അലിൽ ബഗ്ദാദി സാഹിബ് താരീഖ് മഷ്ഹൂർ വഹുവ അവ്വലുൽ മുതഅഖിരീന വആഖിറുൽ മുതഖദ്ദിമീന, മുതഖദ്ദിമീങ്ങളുടെ അവസാനത്തെ ആളും മുതഅഖിരീങ്ങളുടെ ആദ്യത്തെ ആളുമാണ് ഖതീബുൽ ബഗ്ദാദി. ആ മഹാനവറുകൾ എന്ത് ചെയ്തു? സന്നഫ, മഹാനെന്ത് ചെയ്തു? അതിനടുത്ത് ഫി ഖവാനീനി റിവായത്തിൻ്റെ കാനൂനുകളെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഉസൂല് ഖവായിദുകളെ മൊത്തത്തിൽ പറയുന്ന ഒരു ഗ്രന്ഥം മൂപ്പർ മഹാനവർ രചിച്ചു. കിതാബൻ, ഒരു ഗ്രന്ഥത്തിന് രചിച്ചു. സമ്മാഹു, ആ ഗ്രന്ഥത്തിന് മഹാനവറുകൾ പേര് വെച്ചു കിഫായ എന്ന് പേര് വെച്ചു. അതുപോലെ തന്നെ വഫി ആദാബിഹ, ഈ അതിൻ്റെ ആദാബുകൾ, റിവായത്തിൻ്റെ ആദാബുകളെ സംബന്ധിച്ച് പറയുന്ന വിഷയത്തിൽ മഹാനവർ രചന നടത്തി കിതാബൻ, വേറൊരു കിതാബിന്. അതിന് സമ്മാഹു, മഹാനവറുകൾ പേര് വെച്ചത് അൽ ജാമി
സമ്മാഹു അൽ ജാമി അലി ആദാബി ഷെയ്ഖി വസാമി, അൽ ജാമിഉ ലി ആദാബി ഷെയ്ഖി വസാമി എന്ന പേരാണ് അതിന് വെച്ചത്. എന്നിട്ട് പറയുന്നു വഖല്ല ഫന്നും മിൻ ഫുനൂനിൽ ഹദീസി, ഹദീസിൻ്റെ ഫന്നുകളിൽ നിന്നുള്ള ഒരു ഫന്നും തന്നെ കുറവായി എന്ത് ഇല്ലാ വഖദ് സന്നഫ ഫീഹി കിതാബൻ മുഫ്രദൻ, ആ ഫന്നുകളിൽ സ്വതന്ത്ര രചന ഈ അബൂബക്കർ ഖത്തീബുൽ ബഗ്ദാദി എന്നിവർ നടത്തിയിട്ടല്ലാതെ ഇല്ല. അപ്പം നാദിറാണ്. കല്ല എന്ന് പറഞ്ഞാൽ ഐ ലം യബ്ഖ ഫന്നുൻ, ഒരു ഫന്നും തന്നെ ബാക്കിയായിട്ടില്ല, ഇല്ലാ ഖദ് സന്നഫ ഫീഹി ഇല്ലാ ഖലീലൻ, അതിൽ കുറച്ചെങ്കിലും രചന നടത്തിയിട്ടല്ലാതെ ഒരു ഫന്നും തന്നെ ഇല്ല എന്ന്. ആര്? ഈ അബൂബക്കർ ബഗ്ദാദി എന്നവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വിഷയങ്ങളിലൊക്കെ ഏകദേശം 65 ഫന്നുകൾ, ആ ഫന്നുകളിലൊക്കെ സ്വതന്ത്രമായ രചന ആര് നടത്തിയിട്ടുണ്ട്? അബൂബക്കർ ബഗ്ദാദി എന്നവർ നടത്തിയിട്ടുണ്ട്. കാന, ഈ ഖത്തീബ് അബൂബക്കർ ബഗ്ദാദി എന്നവരായിരുന്നു കമാകാലൽ ഹാഫിദ് അബൂബക്കർ ബിൻ ഉഖ്ത എന്ന പണ്ഡിതൻ പറഞ്ഞതുപോലെ, ആരെ സംബന്ധിച്ച്? ഖത്തീബ് അബൂബക്കർ ബഗ്ദാദി തങ്ങളെ പറ്റി പറഞ്ഞ പോലെ, കുല്ലുമൻ അൻസഫ, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും, അലിമ, അവർക്ക് അറിയാം, അന്നൽ മുഹദ്ദിസീന, തീർച്ചയായും മുഹദ്ദിസീങ്ങൾ, ബാദൽ ഖത്തീബി, ഈ ഖത്തീബ് അബൂബക്കർ തങ്ങൾക്ക് ശേഷം വന്ന എല്ലാ മുഹദ്ദിസീങ്ങളും അവരെല്ലാം ഇയാലുൻ അലാ കുത്തുബിഹി, ഖത്തീബുൽ അബൂബക്കർ എന്നവരുടെ ഗ്രന്ഥത്തിൽ ആശ്രയിച്ച ആളുകളാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഖത്തീബ് അബൂബക്കർ തങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഇദ്ദേഹത്തെ ആശ്രയിക്കുകയും അതിൽ നിന്ന് ഒരു ഓഹരി പിടിക്കുകയും ചെയ്ത ആളുകളാണ്. ഇയാലുൻ അലാ കുത്തുബിഹി എന്നാണ്. പിന്നെ സുമ്മ ജാഅ ബഅദഹും, പിന്നെ അവർക്ക് ശേഷം വന്നു, ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ശേഷം വന്നു, ബഅദു മൻ തഅഖറ, പിൽക്കാലത്ത് വന്ന കുറേ പണ്ഡിതന്മാർ, അനിൽ ഖത്തീബ് അബൂബക്കർ തങ്ങളെ തൊട്ട് പിൽക്കാലക്കാരായ കുറേ ആളുകൾ. ഫഅഖദ മിൻ ഹാദൽ ഇൽമി, അവർ ഈ ഫന്ന്, ഹദീസിൻ്റെ ഉസൂലിൻ്റെ ഈ ഫന്നിൽ നിന്ന് അവർ പിടിച്ചു, ബിനസീബിൻ, അവരൊരു ഓഹരി അങ്ങനെ അവർ പിടിച്ചെടുത്തു. എന്നിട്ട് ഫജമഅ അൽ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് ഒരുമിച്ച് കൂട്ടി കിതാബൻ, ഒരു കിതാബിന്, ലത്തീഫൻ, മൂജസായ നല്ല ഒരു ഗ്രന്ഥത്തിനെ മഹാനവറുകൾ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് ഒരുമിച്ച് കൂട്ടി. സമ്മാഹു, അതിന് മഹാനവറുകൾ പേര് വെച്ചത് അൽ ഇൽമാ എന്ന പേരാണ്. അതേപോലെ തന്നെ അബൂ ഹഫ്സുൽ മയാനിജി എന്നത് ആദർബീജാനിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ മയാനിജ് എന്ന് പറയുന്ന സ്ഥലം. ആ അബൂ ഹഫ്സുൽ മയാനിജി തങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹം ഒരുമിച്ച് കൂട്ടി ജുസ്അൻ, ഒരു മുഖ്തസറായ ഒരു ജുസ്ഇനെ, റിസാലത്തൻ മുഖ്തസറത്തൻ, ഒരു മുഖ്തസറായ റിസാലയെ മഹാനവർ ഒരുമിച്ച് കൂട്ടി. അതിൻ്റെ പേരെന്താ? സമ്മാഹു, അതിന് മഹാനവർ പേര് വെച്ചത് മാല യസഉൽ മുഹദ്ദിസ ജഹലുഹു, ഒരു മുഹദ്ദിസിന് അത് ജഹ്ലാകൽ യോജിച്ചതല്ല, ലാ യുത്തീഖു, അല്ലെങ്കിൽ എന്താ, ഔ ലാ യംബഗിൽ മുഹദ്ദിസ്, ഒരു മുഹദ്ദിസിന് യോജിച്ചതല്ല എന്ത്? ജഹലുഹു, ആ പറഞ്ഞ ഈ മുഖ്തസറായ റിസാലത്ത് മുഖ്തസറിനെ കുറിച്ച് അറിവില്ലാതിരിക്കൽ, ജഹ്ലാകൽ എന്താണ്? യോജിച്ചതല്ല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, മാലാ യസഉൽ മുഹദ്ദിസ ജഹലുഹു എന്ന് പേരുള്ള ഒരു മുഖ്തസറായ റിസാലയെ ഈ അബൂ ഹഫ്സുൽ മയാമിനി എന്നവർ രചിച്ചു. അൽഹംദുലില്ലാഹ്, ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്.